നീ എന്തിനാണ് സ്കൂളിൽ പോണത്? എന്തിനാണ് പഠിക്കാൻ തന്നെയാണ് സ്കൂളിൽ പോണത്? പറയടാ. എടി നീ എന്തോന്ന് കാര്യം പറ. അമ്മ ഇവരൊന്നും പഠിക്കാനല്ല സ്കൂളിൽ പോണത്. എടി പിള്ളേരല്ലേ, പിള്ളേരാകുമ്പോ ഇച്ചിരി വികൃതിയൊക്കെ കാണിക്കും. പിള്ളേരാകുമ്പോ വികൃതി കാണിക്കും, സ്വാഭാവികം. പക്ഷെ ഇവനെ എന്തിനാ ചെറുക്കാൻ പിടിച്ച് പ്രതി കൂട്ടി ചോദ്യം ചെയ്യണത്? ആ അച്ഛനും മോനെ കുറിച്ച് ഭയങ്കര മനക്കോട്ടൊക്കെ കെട്ടി വെച്ചിരിക്കലായിരുന്നോ? അതിന്റെ ആദ്യ പടി മോൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ സെലക്ഷൻ വല്ല കിട്ടിയാ? ആ കിട്ടി. നാട്ടുകാരെന്ന് കിട്ടു പോടനെ തന്നെ. അച്ഛാ, അമ്മ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇവനെ ഇവിടെ പിടിച്ചെടുത്തേക്കുവാ. സ്കൂളിൽ ഇവ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? നിന്റെ അച്ഛന്റെ പേരെന്തടേ? അങ്ങനെ ചോദിക്കണത്? പറയടാ, നിന്റെ അച്ഛന്റെ പേരെന്ത്? ഇവനെ സ്കൂളിൽ എല്ലാ പിള്ളേരുടെയും മെക്കിട്ടേറുക. ആരെങ്കിലും തിരിച്ചു ചോദിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ പറയും എന്റെ അച്ഛനെ മൊട്ടപാലു ആണ്, ശരിയാക്കി കളയൂന്ന്. എന്നിട്ട് ഇവന്റെ സ്കൂളിലേക്ക് ടീച്ചർ എന്നെ വിളിപ്പിച്ച് ടീച്ചർ എന്തായിട്ട് ചോദിക്കുക ഇവന്റെ അച്ഛൻ ഗുണ്ടയാണോന്ന്. അല്ല, ഇവനൊക്കെ പഠിക്കാൻ തന്നെയാണ് സ്കൂളിൽ പോണത്, പഠിക്കാനൊന്നും അല്ല. ഇവനെന്താ ചെയ്യണമെന്നറിയാമോ? അച്ഛാ, ഞാൻ ഒരു രസത്തിന് പറഞ്ഞു വെച്ചാ. ഇതാണോ അതിന്റെ രസം? ഇവൻ അതിന്റെ പേരിൽ ആരോടെ അടിയുണ്ടാക്കിട്ട് വന്നിരിക്കുക. അടിയുണ്ടാക്കിയ എടാ ക്യാഷായി. എടാ ഈ കൊച്ചിന്റെ തലയിൽ പ്യാൻ ഈരാതെ എന്റെ തലയിൽ കയറിയപ്പോ സഹിക്കാൻ വയ്യ, ചൊറിച്ചിന് സഹിക്കാൻ വയ്യ. ഞാൻ മുട്ട അടിച്ചാലേ, അല്ല ഞാൻ ഗുണ്ടപാലുവാ കൊണ്ട് മുട്ട അടിച്ചല്ല. അച്ഛാ, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അച്ഛാ. അത് ഞാൻ പറയണമെന്ന് കേള്. എനിക്ക് അവിടെ ഒരു സീനിയർ പയ്യനുണ്ടായിരുന്നു. അവൻ ഒരു രക്ഷയില്ല, ഭയങ്കര മോടാ. എന്നെ എപ്പോൾ കണ്ടാലും ഞാൻ അവനെ സല്യൂട്ട് അടിക്കണം, അവൻ എൻ്റെ മുടി വെട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. റാഗിങ്ങൊക്കെ നിരോധിച്ചല്ലേ? ഓ തന്നെ. എന്നാലും അവൻ എന്നെ കാണുമ്പോൾ ഭയങ്കര ചൊറിച്ചിലാണ്. അച്ഛാ, ഇതെല്ലാം കഴിഞ്ഞ് ഈ പ്രശ്നമൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പോകുമ്പോൾ പിന്നെ അവൻ എൻ്റെ നെഞ്ചത്തോട് കയറാൻ വരും. ലാസ്റ്റ് ഞാൻ സഹി ഇട്ട് അവൻ്റെ അത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ മൊട്ടപാലുവിൻ്റെ മോനാണ്, ഇനി നീ എന്നെ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മൊട്ടപാലു വരുമെന്ന്. ഇവൻ തെറ്റ് ചെയ്തത്. ഇവനെന്തെങ്കിലും പറ്റിയാൽ മുട്ടപാല് ചോദിക്കാൻ പോകും അല്ലടാ. ഓ എന്തോന്നാ ഈ പറയണത്? ചുമ്മാ മുട്ടപാല് പറഞ്ഞപ്പോഴേ പിള്ളേർ പേടിച്ചേടാ. അവൻ പേടിച്ചൊന്നുമില്ല. പക്ഷെ അവൻ്റെ വീട് ഫോർട്ട് കൊച്ചിയിലായിരുന്നു. അവൻ ഈ കാര്യം അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം അച്ഛനെ അറിയാം. അവർ പറഞ്ഞു മൊട്ടപാലു ആള് സീനാണ്, വെറുതെ നീ ആ പയ്യനോട് ഇടപെടാൻ പോകണ്ടെന്ന്. അങ്ങനെ അവൻ എൻ്റെ അടുത്തൊന്ന് സോറിയൊക്കെ പറഞ്ഞ്. അപ്പം ഞാനും ആ ബിൽഡപ്പ് അതേപോലെ അങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തു. സ്കൂളിൽ നിന്റെ അച്ഛൻ ഉണ്ടാക്കുന്ന പ്രശ്നം കൊണ്ട് തന്നെ ഇവിടെ മനുഷ്യന് സൗകര്യമില്ലാണ്ടിരിക്കുക. ഞാൻ അവിടെ എന്താ പ്രശ്നം ഉണ്ടാക്കിയത്? നിങ്ങൾ എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടാക്കാത്തത്? നിങ്ങൾക്കറിയാമോ ഇവൻ ഇതിന്റെ പേരിൽ ഒരു കൊച്ചിനെ പോയി തല്ലിയിരിക്കുക. കേശു തല്ലിയടാ? തല്ലിയതല്ല, ഞാൻ ഇങ്ങനെ കൈയെടുത്ത് വീശപ്പോ കൊണ്ടത്. ഞാൻ കണ്ടടാ, നീ കൊണ്ടാ കൊച്ചിനെ. ആ കൊച്ചിനെ തല്ലി ഒരു പരുവാക്കി വെച്ചേക്കുക. എന്നിട്ട് ആ കൊച്ചിന്റെ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും. ആ കൂട്ടത്തിൽ ഇവന്റെ ആ കൊച്ചിന്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു. അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടും പോയിരിക്കുക ഇവന്റെ അച്ഛനെ തല്ലുമെന്ന് പറഞ്ഞിട്ട്. വീട്ടിലുള്ള എല്ലാവരെയും തല്ലുമെന്ന് പറഞ്ഞാ പോയിരിക്കണം അയാള്. അത് അയാളോട് ചോദിക്കി, എന്നോട് ചോദിക്കണ എന്തിനാ? എനിക്കെങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ സൂക്ഷിച്ചു എന്തായാലും. ഞാൻ സൂക്ഷിക്കണത് അല്ലേ? നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ എല്ലാവരും എന്റെ നെഞ്ചത്തോടെ കയറണത്. ഇതുപോലത്തെ മക്കളുണ്ടെങ്കിലേ എല്ലാവരും വന്ന് നെഞ്ചത്തോട്ട് കയറിക്കോളും. മൊട്ടപാല് ഇത്രയും വലിയ സംഭവമാണോ? സംഭവമാണോന്നാ, ടെററായിരുന്നു. എടി നീ അമ്മ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഫോർട്ട് കൊച്ചിയിൽ ആരോ പറഞ്ഞിട്ട് കേശുവിന്റെ സീനിയർ വന്ന് മാപ്പ് പറഞ്ഞ കാര്യമൊക്കെ ഒരു സമയത്തുണ്ടല്ലോ ഫോർട്ട് കൊച്ചിയൊക്കെ വിറപ്പിച്ചിട്ടുണ്ട്. ആലോചന കണ്ടാ പറഞ്ഞില്ല ഇത്രയും ടെററായിരുന്നു. ഇനി അച്ഛൻ ഇങ്ങനെ കളിച്ചും ചിരിച്ചും നടക്കണമെന്നേ ഉള്ളൂ. ഒരു പ്രശ്നം വന്നാണ്ടല്ലോ സാട്ടാ കൊടഞ്ഞങ്ങ് എണീക്കും. എടി, എനിക്ക് ബാലച്ചന്റെ ഈ മൊട്ടപാല് വേർഷനില്ലേ, അതൊന്ന് ഫുൾ ഫ്ലെഡ്ജ് കിണക്കൊള്ളുന്നുണ്ട്. നമുക്ക് ഇതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ മോളവിടെ നിന്നേ. നിന്നെ ഓഫീസ് നോക്കാനും പറഞ്ഞേപ്പിച്ചിട്ടല്ലേ മമ്മിയും പപ്പയും പോയത്? നിനക്ക് എന്നിട്ട് ഓഫീസിൽ പോണ്ടേ? എടി, ഞാൻ അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. മമ്മിയും പപ്പ ഉത്തരവാദിത്തമുള്ളവരെ അവിടെ പണിയേപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ ഒരു പണിയില്ല. ഒരു പണിയില്ലാത്തോണ്ട് ആവശ്യത്തെ ചിന്തകളൊക്കെ ഇങ്ങനെ മനസ്സിൽ വരണേ. ആരടേ മതിലിന്റെ മേളില്? ആരടേ അത്? ഇനിയിപ്പൊ വീടൊക്കെ നോട്ട് ചെയ്തിട്ട് രാത്രി വന്ന് മോഷ്ടിക്കുന്ന വല്ല ടീമായിരിക്കൂ? അല്ല, ചിലപ്പോ കള്ളനായിരിക്കും. അത് ഇനിയിപ്പോ അമ്മ പറഞ്ഞ പോലെ അച്ഛനെയും കേശവനെയും സ്കെച്ച് ചെയ്യാൻ വന്ന ആരെങ്കിലും ആയിരിക്കൂ? അങ്ങനെ ചോദിച്ചാ ചിലപ്പോ കള്ളനാവാനാ സാധ്യത. അവനെ കണ്ടിട്ടേ ബാലോചന ഇടിച്ചിടാനുള്ള സൈസും സെറ്റപ്പ് ഒന്നും ഇല്ല. അതിന് ഇടിച്ചിടാൻ സൈസിന്റെ ഒക്കെ ഇതുണ്ടോ? ഈ ബ്രൂസിലേക്ക് ഇച്ചിരിയല്ലേ ഉള്ളൂ, എന്നിട്ട് എന്നെ ഇടി ഇടിക്കണേ. എടി, എന്തുവായാലും ബാലോചനോട് തീരുമ്പോഴൊന്ന് ഇൻഫോം ചെയ്തേക്കാം. പറയാല്ലേ? ആ.